ഊട്ടിയിലാണോ? എടീ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എടീ, നമ്മുടെ ഏഷ്യൻ കാർഡിൽ ഇപ്പം വേക്കൻസി വല്ലതും അറിയാവോ? നീ ഇവിടെ ഇപ്പം ആരെങ്കിലും അറിയുന്നവരുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കാവോ ഡി? നമസ്കാരം. ജീവിക്കാൻ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു സാധു സ്ത്രീയും രണ്ടു മക്കളും കഴിഞ്ഞ ദിവസമാണ് തീവണ്ടിക്ക് മുന്നിൽ പരസ്പരം പുണർന്നു നിന്നുകൊണ്ട് മരണം വരിച്ചത്. എന്നാൽ അതിനുശേഷം ഈ സമൂഹം ഉണർന്നുകൊണ്ട് ഇനി ഇത്തരത്തിൽ ഒരു വിഷയം ഉണ്ടാകരുത് എന്നുള്ള ഒറ്റ മനസ്സോടെ പ്രതികരിക്കുന്നുണ്ട്. കാര്യം ശരി. പക്ഷേ ഷൈനിയും രണ്ടു മക്കളും ഈ ലോകത്തുനിന്ന് വിട്ടുപോയി. അതിന് കാരണക്കാരായ പലരും സുരക്ഷിതരാവാൻ അവർ പല ശ്രമങ്ങളും നടത്തിയെങ്കിലും അതിശക്തമായ പ്രതിഷേധം, പ്രതികരണം, സോഷ്യൽ മീഡിയയുടെ കൃത്യസമയത്തുള്ള ഇടപെടൽ, വിവരങ്ങൾ പുറത്തുവിടൽ എല്ലാം കൂടി ആയപ്പോൾ ഈ മരണങ്ങൾക്ക് കാരണക്കാരായ ഓരോരുത്തരായി അകത്തായി തുടങ്ങി. ആദ്യം അകത്തായത് ഭർത്താവ് നോബിയാണ്. ഭർത്താവ് നോബിയുടെ ക്രൂരമായ പീഡനം, അവഗണന. BSc നഴ്സിംഗ് കഴിഞ്ഞ ഷൈനി ജോലിക്ക് പോകാതെ അടുക്കളക്കിളിയായി നിൽക്കുന്നൊരവസ്ഥ. മിണ്ടാൻ പറ്റില്ല, പറയാൻ പറ്റില്ല, അടിമപ്പണിയെടുക്കുന്നു, ഒരു മനുഷ്യ സ്ത്രീയാണ് എന്ന ഒരു പരിഗണന പോലും ഇല്ലാതെ പെരുമാറുന്നു. അങ്ങനെ നിവൃത്തികെട്ട് സ്വന്തം വീട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ തൻ്റെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം വേണം, അവർക്ക് വസ്ത്രം വേണം, അതുപോലെ അവർക്ക് മറ്റ് സാഹചര്യങ്ങൾ വേണം. വളർന്നു വരുന്ന കുട്ടികളാണ്, അവർക്ക് മനസ്സമാധാനം വേണം. തനിക്ക് ആ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ ബാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒരു ജോലിക്ക് വേണ്ടി ഷൈനി ഓരോ സ്ഥാപനങ്ങളും കയറി ഇറങ്ങുന്നത്. എന്നാൽ അത്തരത്തിൽ ഓരോ സ്ഥാപനങ്ങളും കയറി ഇറങ്ങുമ്പോൾ ആ സ്ഥാപനങ്ങളെല്ലാം തടയിട്ടുകൊണ്ട് ഭർത്താവായ നോബിയുടെ സഹോദരൻ വെളുത്ത കുപ്പായത്തിനുള്ളിലെ ഒരു സാംസ്കാരിക സമുദ്ധാരകനാണ്, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കേണ്ട ആളാണ് എന്നോർക്കണം. ആ ഒരു വ്യക്തിയാണ് ചെകുത്താനായി മാറിക്കൊണ്ട് ഒരു പെൺകുട്ടിയെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ജീവനൊടുക്കുന്നതിൽ നിർണായകമായ സ്ഥാനത്ത് എത്തിയത് എന്നതാണ് ഞെട്ടിക്കുന്ന വിവരം. ജീവിക്കാൻ ഒരു ഗതിയും പരഗതിയും ഇല്ലാതായി ഒരു ജോലിക്ക് വേണ്ടി അലഞ്ഞ് എല്ലായിടത്തു നിന്നും മാട്ടിയിറക്കപ്പെട്ട് അടിയൊടിക്കപ്പെട്ട് അവസാനം ഒരു ജോലിക്ക് സാധ്യതയുണ്ടോ, എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് തൻ്റെ കൂട്ടുകാരിക്ക് ഒരു സന്ദേശം അയച്ചിരുന്നു ഷൈനി. ആ സന്ദേശമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. ഊട്ടിയിലാണോ? എടീ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എടീ, നമ്മുടെ ഏഷ്യൻ കാർഡിൽ ഇപ്പം വേക്കൻസി വല്ലതും അറിയാവോ? നീ ഇവിടെ ഇപ്പം ആരെങ്കിലും അറിയുന്നവരുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കാവോ ഡി? ഞാൻ ഓർക്കുമായിരുന്നു, ഇപ്പം കുറച്ച് നാളൊരു വർഷത്തേക്കുള്ള അവിടെ ഒന്ന് കയറിപ്പോയി നോക്കിയാന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ NRSRന് എഴുതി കഴിഞ്ഞാലും അതിപ്പോൾ ഒരു വർഷത്തോളം എടുക്കും അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിയണമെങ്കിലേ. എന്നാൽ ആ സമയം കൊണ്ട് നാട്ടിലെങ്ങും ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഒത്തിരി തപ്പി. എന്നാൽ എനിക്ക് എന്നാൽ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റൽ നിർത്തിയിട്ട് ഏഷ്യൻ കാർഡ് വല്ല ഒരു വർഷം വെച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യാമായിരുന്നല്ലോ, ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യൻ ഹാർട്ടിലെ ആ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ. കുറേ ആയിരുന്നു. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ മെസ്സേജസ് ഒക്കെ ഇടുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചിലവട്ടം വന്നിട്ടുണ്ടോ? പിന്നെ വേറെ എന്നാ വിശേഷം? അതിപ്പം കഴിഞ്ഞ ഫെബ്രുവരി ഇല്ല 17 ഡേറ്റ് ഉണ്ടായിരുന്നു, അതിനും പുള്ളി വന്നില്ല. പുള്ളി ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്, ആരും വന്നില്ല. ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല. ഇപ്പം 3-4 പ്രാവശ്യമായി. എന്നാ റീസൺ എന്നാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ എത്ര നാളായിട്ടും വക്കീൽ ഇനിയിപ്പോൾ അടുത്ത ഏപ്രിൽ 17 അടുത്ത ഡേറ്റ് ഇരുന്ന് ഏപ്രിൽ 9 അടുത്തേക്ക് വന്നില്ല എങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് ചെറുതാനുള്ള പൈസ അയക്കി വെക്കാമോ? അത് എന്താ ചെയ്താന്നറിയത്തില്ല. അതായത് നീണ്ടു പോകുന്ന പരിപാടിയാണ്. അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല. അതിപ്പോൾ എത്ര നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഈ ശബ്ദ സന്ദേശത്തിൽ എവിടെയും തന്നെ ഒരു ആത്മഹത്യയുടെ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് തനിക്കുള്ളത് എന്ന ഒരു ലാഞ്ചന പോലും എവിടെ കാണുന്നില്ല. എന്നാൽ ഇതിനു ശേഷം ഭർത്താവ് നോബിയുടെ ഒരു ശബ്ദ സന്ദേശം ഷൈനിയെ തേടി എത്തിയെന്ന് പറയുന്നു. അതിനുശേഷമാണ് ഷൈനി മരണത്തിലേക്ക് നടന്നെടുത്തത് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ അറിയുന്നത് മനുഷ്യത്വമില്ലാത്ത ആ കാട്ടുമൃഗം നോബി, ഭർത്താവ് നോബി പോലീസിൽ കുറ്റമേറ്റ് പറയുന്നു എന്നാണ്. തനിക്ക് തെറ്റുപറ്റിയെന്നാണ്. 3 ജീവിതങ്ങൾ നഷ്ടപ്പെട്ട ശേഷം കുറ്റമേറ്റു പറഞ്ഞതുകൊണ്ട് എന്താണ് ഗുണമുള്ളത്? ഒരു മനുഷ്യനാണ്, ഒരു മനുഷ്യ സ്ത്രീയാണ്, തൻ്റെ ചോരയിൽ പിറന്ന തൻ്റെ കുട്ടികളാണ്, തൻ്റെ മക്കളാണ്, തൻ്റെ ജീവനാണ് എന്ന ഒരു ബോധം ഉണ്ടാകേണ്ട സമയത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയെ മനുഷ്യനെന്ന് വിളിക്കാൻ പ്രയാസമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. എങ്ങനെയാണ് മറ്റുള്ളവർ കാണുന്നത് എനിക്കറിയില്ല. അർഹമായ ശിക്ഷ കിട്ടണം. ഇനി നാളെ ഒരു പക്ഷേ നോബിയെ സംരക്ഷിക്കാനും ആൾ വന്നേക്കും. ഇവിടെ ഒരു അച്ഛനുണ്ട്, സാംസ്കാരിക സമുദ്ധാരകൻ എന്നറിയപ്പെടുന്ന വെളുത്ത കുപ്പായത്തിനുള്ളിലെ ഒരു വ്യക്തിത്വം. പക്ഷേ
ഇവിടെ വെളുത്ത കുപ്പായത്തിനുള്ളിൽ ചെകുത്താനായ ആ വ്യക്തിയെ തുറന്നു കാട്ടാൻ സമൂഹ മാധ്യമങ്ങൾ മാത്രമല്ല മാധ്യമങ്ങളും തയ്യാറാവണമെന്നൊരു ആഗ്രഹമുണ്ട്. അയാളാണ് ഷൈനിയുടെയും കുട്ടികളുടെയും മരണത്തിന്റെ യഥാർത്ഥ ഉത്തരവാദി എന്നിരിക്കെ അയാളെയും നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങൾക്കും അതുപോലെ മറ്റു മീഡിയകൾക്കും ഉണ്ട്. ഈ വാർത്ത മുക്കിക്കളയരുത് എന്നൊരു അപേക്ഷയുണ്ട്. കാരണം ഒരു പെൺകുട്ടി ഒരു കുടുംബത്തിലേക്ക് വന്നു കയറുന്നത് അല്ലെങ്കിൽ നമ്മൾ കൂട്ടിക്കൊണ്ടുവരുന്നത്, അത് പെൺകുട്ടി ആൺകുട്ടി എന്നുള്ളതല്ല, രണ്ടുപേർ ഒരുമിക്കുന്നത് ഒരു കുടുംബം കെട്ടിപ്പടുക്കാനാണ്. ആ കുടുംബത്തെ കെട്ടിപ്പടുത്തതിന് ഊർജം പകർന്നുകൊണ്ട് ചേർത്ത് നിർത്താനാണ് മറ്റുള്ളവർ, പ്രത്യേകിച്ച് വൈദികർ നിലനിൽക്കേണ്ടത്. എന്നാൽ ഇവിടെ എത്രത്തോളം പീഡിപ്പിക്കാം, എങ്ങനെ നശിപ്പിക്കാം, ഏതൊക്കെ രീതിയിൽ അപമാനിക്കാം, എങ്ങനെ ഒറ്റപ്പെടുത്താം എന്നതിൻ്റെ ഏറ്റവും വലിയ ആൾരൂപമായി ഒരു വൈദികൻ മാറുമ്പോൾ അതിന് വില കൊടുക്കേണ്ടി വന്നത് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ, ഒന്നും അറിയാത്ത നിരപരാധികളായ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളും ആ മുഴുവൻ ദുരന്തവും എടുത്ത് തലയിൽ വെച്ചിട്ടുള്ള ഒരു യുവതിയും. അതുകൊണ്ട് തന്നെ സമാധാനം പറയിക്കാതെ കാലം കടന്നു പോകില്ല. കാലം എന്ന് പറയുന്നത് പണ്ടൊക്കെ പിന്നെ എന്നായിരുന്നു. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉള്ള ഒരു നാടകമായിരുന്നു ഷൈനിയുടെയും കുട്ടികളുടെയും ശരീരം കൊണ്ടുവന്ന് തങ്ങളുടെ ഇടവകയിൽ സംസ്കരിക്കുക എന്നുള്ളത്. പക്ഷേ കളി പാളിയതും സമൂഹം മുഴുവൻ തങ്ങളെ ഒറ്റപ്പെടുത്തുന്നതും വൈകാതെ അറിഞ്ഞു. ഇത്ര തിരക്ക് പിടിച്ചു കൊണ്ടുവന്ന ശരീരം ഒന്ന് കാണാനോ അതൊന്ന് മറമാടുന്നിടത്ത് കൂടെ നിൽക്കാനോ ഒന്നും തയ്യാറാകാത്ത നോബി എന്ന ആ കിരാതൻ പോലീസ് സ്റ്റേഷനിലിരുന്ന് ഇപ്പോൾ വിതുമ്പുമ്പോൾ ആ കണ്ണീരിന് എന്ത് വിലയാണ് ഉള്ളത് എന്നാണ് മലയാള മനസ്സ് ആലോചിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.